നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, നീ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എവിടെ പോവാ? ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ആന്റി. അതുകൊണ്ട് ഞാൻ മടങ്ങി പോവാ. മടങ്ങി പോകുന്നോ? എവിടേക്ക്? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടാവാതിരിക്കാൻ ആന്റി ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇതുവരെ എന്നെ സംരക്ഷിച്ച എല്ലാവർക്കും നന്ദി. നീ എന്താ ഈ ആന്റി പരിഹസിക്കുകയാണോ? അത് പരീക്ഷിക്കുന്നതോ? രണ്ടുമല്ല ആന്റി, തികഞ്ഞ ബഹുമാനത്തോടുകൂടി തന്നെയാ ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോവാ. എവിടേക്ക്? ഭൂമി പരന്നു കിടക്കാണല്ലോ ആന്റി. എനിക്കൊരിടം എവിടെയെങ്കിലും കാണാതിരിക്കില്ല. മോളെ, നീ വെറുതെ തമാശ പറയരുത്. ഒരിടത്തേക്ക് നീ പോകുന്നില്ല. നിന്നെ ഞാൻ വിടാനും പോകുന്നില്ല. ആന്റി ഇത്രയൊക്കെ തടഞ്ഞാലും ഞാൻ പോവും. അതെന്റെ ഉറച്ച തീരുമാനമാണ്. മോളെ, അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? നിന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞോ? പറ മോളെ, നിന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞോ? ഞാനിപ്പോ പലരുടെയും മുന്നിൽ പെരുങ്കള്ളിയും നാട്ടിക്കാരിയോ ആന്റി. നാളെ എന്നെ ഇവിടെ നാട്ടി ഇറക്കുന്നതിന് മുൻപ് എനിക്ക് ഇവിടുന്ന് പോണം. മോളെ, നീ ഒറ്റയ്ക്കല്ലെന്നുള്ള ചിന്ത എപ്പോഴും വേണം. ഗർഭിണിയായിട്ടുള്ള നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? നീ പോയാ പിന്നെ നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? നീ എന്താ തമാശ കളിക്കുകയാണോ? ഞാൻ കാര്യമായിട്ട് തന്നെ ആന്റി പറഞ്ഞേ. പലർക്കും ഇപ്പൊ എന്നെ സംശയം. എന്റെ വയറ്റിലുള്ളത് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാണോ എന്ന് തന്നെ സംശയം. അങ്ങനെ ഇപ്പൊ മറ്റുള്ളവർക്കൊരു ചോദ്യചിഹ്നമായി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. നീ മറ്റുള്ളവരെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? അതുകൂടെ പറ മോളെ. നീ വെറുതെ വാശി കാണിക്കാതെ ബാഗ് അവിടെ വയ്ക്കേ. ആന്റി മാറ്. ഞാൻ ഉറപ്പിച്ചെടുത്ത തീരുമാനം എനിക്ക് പോയേ പറ്റൂ. മോളെ, ഭാവനെ പോലും ശ്രദ്ധിക്കാതെ നിന്നെ മാത്രം ശ്രദ്ധിച്ചതിനുള്ള കൂലിയാണോ നീ ആന്റിക്ക് തരുന്നത്? മോളെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നേ? നീ ഇവിടുന്ന് പോയ പിന്നെ എന്റെ വിഷമങ്ങൾ കാണാൻ ആരും ഉള്ളത്? ഞാൻ പോവാതിരിക്കാനല്ലേ ആന്റി ഇതൊക്കെ പറയുന്നത്? ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ കാണും ആന്റി. മോളെ, മോളെ, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ അകത്തേക്ക് പോ. ഇല്ല ആന്റി, ഞാൻ പോവാൻ തീരുമാനിച്ച പിന്നെ പിന്മാറില്ല. എന്നാ പിന്നെ നീ പോ. ഈ ആന്റിയെ വിട്ടിട്ട് നീ പോകുന്ന എനിക്കൊന്ന് കാണണം. എന്താ ആന്റി, മാനസിത എവിടെ പോകുന്നു? ഇവളിവിടുന്ന് പോവാന്ന്. എന്താ മനസ്സ, ആന്റി പറഞ്ഞ സത്യാണോ? അതെ ഭാവന, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. എന്തായാലും പോകേണ്ടവളാ ഞാൻ. എന്തെങ്കിലും പോകുന്ന കാര്യമല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. ഇപ്പൊ മോള് മുറിയിലേക്ക് പോ. എന്താ ആന്റി, എന്തെങ്കിലും വ്യക്തമായ കാര്യമില്ലാതെ ഞാൻ പോവില്ലെന്ന് ആന്റിക്ക് അറിയില്ലേ? എന്താ കാരണം എന്താണെന്നെങ്കിലും നീ എന്നോട് പറ. എന്താ ഭാവന, മാനസ് എവിടെ പോകുന്നു? ഇവളിവിടുന്ന് പോവാണെന്ന് സൂര്യ. ആന്തോറ്റി പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? സൂര്യ, ഞാനിവിടെ നിൽക്കുന്നില്ല. എന്നിൽ സംശയം വന്ന സ്ഥിതിക്ക് ഞാനിനി ഇവിടെ നിൽക്കാൻ പാടില്ല. അതിന് നീ എവിടെ പോകുന്നു ഞങ്ങളെയൊക്കെ വിട്ടിട്ട്? അച്ഛാ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം വരാം. ഞാൻ എന്തായാലും പോവാ. മോളെ, നീ വെറുതെ എടുത്തുചാടി ഒന്നും ചെയ്യല്ലേ. ഈ അവസ്ഥയിൽ നീ എവിടെ പോവാനാ? ഞാൻ കാരണം കാണാതെ പോയ എന്റെ കാമുകനില്ലേ സുനിൽ, ഞാൻ സുനിലിനെ തേടി പോവാ. എന്റെ അച്ഛനും അമ്മയ്ക്കും വരെ അതാണല്ലോ സംശയം. നോക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇനി ആന്റിയും കൂടെ എന്നെ സംശയിക്കാൻ ബാക്കിയുള്ളൂ. എന്താ മാനസ, നിന്നെ വേറെ ആരാ സംശയിച്ചത്? ഞാൻ സംശയിച്ചോ അതോ ഭാവന സംശയിച്ചോ? എന്റെ വിഷമം കൊണ്ട് മാനസോട് ഞാൻ അല്പം സംസാരിച്ചു സൂര്യ. അതുകൊണ്ടായിരിക്കും മാനസ പോകുന്നത്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. വെറുതെ അല്ല ഇവിടെ പോവാൻ ഇറങ്ങിയത്. എന്താ മോളെ, ഭാവന നിന്നെ എന്താ പറഞ്ഞത്? ഭാവന മാത്രമല്ലല്ലോ ആന്റി, സ്വന്തം അച്ഛനും അമ്മയ്ക്കും വരെ എന്നെ സംശയമല്ലേ?
മനസ്സാ, നീ തന്നെയാ സാഹചര്യം നോക്കി ഓരോന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാ ഞാൻ നിന്നോട് സംസാരിച്ചെന്ന് നിനക്കറിയാലോ. നിനക്ക് വേണ്ടി ബലിയാടായവളാ ഞാൻ. അതുകൊണ്ടാ യാഥാർത്ഥ്യം എന്താണെന്നറിയാൻ പല പ്രാവശ്യം ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ടിപ്പോ ഞാൻ ചോദിച്ച നിനക്ക് വിഷമായി പോയല്ലേ? എന്താ മനസ്സ, നിന്നെ ഇതുവരെ ഞങ്ങൾ വേറൊരു കണ്ണിൽ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ തന്നെ പലരും നിന്നെ തേടി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമല്ലേ നിന്നോട് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. നിന്നെ കിട്ടാൻ വേണ്ടിയാ നിന്റെ അതേ അവസ്ഥയിലുള്ള ഭാവനയെ അവര് പിടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് ഭാവനയോ ഞാനോ കുറ്റപ്പെടുത്തിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകേണ്ടത് നീയല്ല, ഞങ്ങളാ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങളല്ല പോവേണ്ടത് സൂര്യ, ഞാനാ. എത്രയൊക്കെ ആയാലും ഞാൻ വന്ന് കയറിയവളാ. സ്വരം മോശമാകുന്നതിന് മുൻപ് പാട്ട് നിർത്തണമെന്ന് പറയുന്ന പോലെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ വീട്ടിലുള്ളൂ. മോളെ, നീ ചതിക്കരുത്. ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുന്നവനാ ഞാൻ. ആദ്യം ഇവര് രണ്ടിനെ ഇവിടുന്ന് പുറത്താക്കേണ്ടത്. എന്നാൽ ഈ കുടുംബത്തിന് ഒരു സമാധാനം കിട്ടും. ആഹാ, മനസ്സാ, വന്നതും പോയതും ഒക്കെ പോട്ടെ, നീ അകത്തേക്ക് പോ. ഇല്ല ഭാവന, ഇതെന്റെ ഉറച്ച തീരുമാനാ. എന്നാ നീ പോകുന്ന എനിക്കൊന്ന് കാണണം.